ഹലോ നമസ്കാരം ചേട്ടന്മാരെ ചേച്ചിമാരെ. ഇന്ന് നമ്മൾ ഒരു ഡ്രോയിങ് ചാലഞ്ച് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനായി നമ്മൾ ഒരു ഫ്രണ്ട്സിൻ്റെ ഇത് പറയുന്ന ഒരു ഡോംസിൻ്റെ ഒരു പേന മേടിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നറൂട്ടോ എന്നാണ് വരയ്ക്കണത് എൻ്റെ പേര്. അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ആദ്യം ഒരു പേന എടുക്കാം. പേന വയലായതുകൊണ്ടാണ്. ഓക്കെ, നമ്മൾ എന്നിട്ട് ആദ്യം ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കണം. ഇങ്ങനെ വരയ്ക്കണം. പിന്നെ ഇങ്ങനെ മുടി വരച്ചെടുക്കണം. ഫുള്ളായിട്ട് വരയ്ക്കരുത്, മുടി പകുതി വെച്ച് മറിച്ചാൽ മതി. ആവശ്യമുള്ളവർക്ക് ഫുള്ളായിട്ട് വരയ്ക്കാം കേട്ടോ. എന്നിട്ട് ഈ ഭാഗത്തുനിന്ന് ഇവിടുന്ന് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ അടിയിലും ഒരു ലൈൻ വരയ്ക്കണം. എന്നിട്ട് വീണ്ടും ഇങ്ങനെ 2 തവണ വരച്ചിട്ട് ഇങ്ങനെ കൊടുക്കണം. ഇങ്ങനെ വരയ്ക്കണം. എന്നിട്ട് നമ്മൾ ഹെഡ് ബാൻഡാണിത്. എന്നിട്ട് ഇങ്ങനെ വരയ്ക്കാം. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ വരയ്ക്കണം. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ വരച്ച് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വരച്ച് ഇങ്ങനെ ആ ഫേസ് എടുക്കണം. പിന്നെ ഇയർ ഇവിടുന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കണം. പിന്നെ ഇപ്പുറത്തും അതുപോലെ തന്നെ വരച്ചു കൊടുക്കണമേ. ഇങ്ങനെ വരച്ചു കൊടുത്ത് നമ്മൾ പകുതി ഭാഗം ഡാർക്കാക്കണം. എന്നിട്ട് ഐബ്രോ ഇങ്ങനെ വരയ്ക്കുക. ടിക്ക് വരയ്ക്കൂലേ, അതുപോലെ ഐബ്രോ വരയ്ക്കുക. അതുപോലെ വരച്ച് ഇങ്ങനെ എടുക്കുക. എന്നിട്ട് പിന്നെ ഇങ്ങനെ വരച്ച് ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ഇവിടെ ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ട് പിന്നെ ഇങ്ങനെ വരച്ച് കൊടുക്കണം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ തന്നെ സിമ്പിൾ ഇതായിട്ട് വരച്ചു കൊടുക്കണം. എൻ്റെ ഒരു കണ്ണു വലുതായിപ്പോയി, ക്ഷമിക്കണം. പിന്നെ അതുപോലെ തന്നെ ഡാർക്ക് ആക്കാനുള്ള സ്ഥലവും ഡാർക്ക് ആക്കേണ്ട അവിടെ വരച്ചു കൊടുക്കുക. ഇങ്ങനെ എന്നിട്ട് ഇതിങ്ങനെ വരച്ചു കൊടുക്കണം. എന്നിട്ട് ഇവിടെ ഇങ്ങനെ വരച്ചു കൊടുക്കണം. എന്നിട്ട് മൗത്ത് ഇങ്ങനെ വരച്ചു കൊടുക്കണം. എന്നിട്ട് ഇപ്പുറത്തും അങ്ങനെ വരച്ചു കൊടുക്കണം. എന്നിട്ട് നറൂട്ടോയുടെ ഇങ്ങനെ ഇരിക്കുന്ന സാധനത്തിന് എന്താ പറയാന്ന് അറിഞ്ഞൂടാ, ഒരു ബ്ലാക്ക് ലൈൻ വരച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഡ്രസ്സ് എങ്ങനെ വേണമെങ്കിലും വരയ്ക്കുക. ആദ്യം ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ട് ഈ ഇയറിൻ്റെ അവിടെ നിന്ന് കയറ്റി ഇങ്ങനെ വരച്ച് കൊടുക്കണം.
ഇങ്ങനെ വരയ്ക്കാം. ഇപ്പുറത്തും അതുപോലെ തന്നെ വരച്ചെടുക്കണം. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ വരച്ച് ഇപ്പുറത്തും വരച്ച് ഇപ്പുറത്തും അതുപോലെ വരയ്ക്കണം. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ വരയ്ക്കണം. എന്നിട്ട് ഇവിടെ ഇങ്ങനെ വരച്ചു കൊടുക്കണം. ഞാൻ കയ്യിലാണ് പിടിച്ചു വെക്കണം, അതുകൊണ്ടാണ് കുലുങ്ങുന്നത്. പിന്നെ ഇവിടെ ഇങ്ങനെ വരച്ചെടുത്ത് ഇങ്ങനെ വരയ്ക്കാം. ഇവിടെ അതുപോലെ വരച്ച് ഇങ്ങനെ വരയ്ക്കാം. പിന്നെ ഐസിൻ്റെ ഇവിടെ കണ്ണില് അവിടെ ഇങ്ങനെ വയ്ക്കാം. എന്നിട്ട് ബ്ലാക്ക് ലൈൻ ഇവിടെ കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഒരു ലൈൻ കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഡാർക്കാക്കി കൊടുക്കുക. ഒരു കണ്ണ് സെറ്റായില്ല. ഇവിടെ ഇങ്ങനെ ഡാർക്കാക്കുക. ഇപ്പോൾ ഓക്കെ ആയില്ല. ഇപ്പുറത്തും അതുപോലെ ഐസ് വരച്ച് ബ്ലാക്ക് ലൈൻ വരച്ച് ഇവിടെയും വരച്ച് ഇങ്ങനെ വരച്ചു കൊടുക്കണം, ഡാർക്കാക്കി. എന്നിട്ട് ഇപ്പുറത്തും അതുപോലെ വരച്ചു കൊടുക്കണം. ആ വെള്ള ലൈനും മുട്ടരുത്, കണ്ണിൻ തുള്ളി പോലെ പറയുന്നത് അങ്ങനെ വരച്ചേക്കണം. പിന്നെ ഇവിടെ ബ്ലാക്ക് ആക്കണം. എനിക്ക് ഏറ്റിപ്പോവും. നിങ്ങൾ അങ്ങനെ വെക്കണ്ട, ഇങ്ങനെ ഡാർക്കാക്കി കൊടുക്കണം. ഞാനിത് സെറ്റ് ചെയ്യണം. ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് ഒരു ലൈൻ ബ്ലാക്ക് ആക്കണം. എന്നിട്ട് ഇങ്ങനെ 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 ഇങ്ങനെ. പിന്നെ ഇവിടെ അതുപോലെ വരയ്ക്കണം. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ വരച്ചു കൊടുക്കണം. ഇപ്പുറത്തും അതുപോലെ തന്നെ വരച്ചു കൊടുക്കണം. പിന്നെ നമ്മൾ ചെവിയുടെ ഇവിടെ ബ്ലാക്ക് ഇതാക്കി കൊടുക്കണം. പിന്നെ ഇവിടെ ഡാർക്ക് ആക്കണം. അത് എനിക്ക് ചെയ്യണമൊക്കെ തെറ്റും. നിങ്ങൾ പുറത്ത് വരുത്തെടുത്ത ലൈറ്റ് ആക്കണം. അത്രയ്ക്ക് ലൈറ്റ് ആക്കണ്ട, ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി. നിങ്ങൾ ഡാർക്കാക്കിക്കോ, എനിക്ക് അതിനുള്ള ഇതില്ല, എനിക്ക് വയ്യ. ഞാൻ പനിയായിട്ട് കിടക്കുമായിരുന്നു, വീഡിയോസ് അത് അപ്ലോഡ് ചെയ്തില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ ബൈ ബൈ, സീ യു.